ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയി പോണത് തറവാട്ടമ്പലത്തേക്ക് വിളക്ക് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കിടും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ വൈകിട്ട് ഏട്ടനാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെയല്ല കേട്ടോ വെക്കുക, ഓരോ മാസം ഓരോ വീട്ടുകാർ മാറി മാറിയിട്ടാണ് വെക്കുക. അപ്പോൾ ഏട്ടൻ വെക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അമ്പലത്തിലെത്തി നിന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഒരു സൈഡിലിരുന്ന് ഏട്ടൻ വിളക്ക് തുടയ്ക്കാനും വിളക്ക് കത്തിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ. ആരുടെയെങ്കിലും ഫോൺ റിങ് ചെയ്താൽ പിന്നെ കിടൂന്ന് തീരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ, അത് കൊണ്ടുകൊടുക്കാതെ വരുന്ന. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവ അത് എടുത്തിട്ട് പോകാൻ കേട്ടോ, കൊണ്ടുകൊടുക്കാൻ. പിന്നെ ഞാൻ കുറേ അങ്ങനെ വിളിച്ചു, പക്ഷെ അവൻ സമ്മതിക്കില്ല, കൊണ്ടുകൊടുത്താൽ തന്നെ അവന് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതും പിടിച്ചിട്ട് അവൻ അങ്ങനെ പോകുന്നുണ്ട് ഏട്ടൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവൻ ഇപ്പോൾ നടക്കലൊക്കെ തുടങ്ങി, ഒറ്റയ്ക്ക് നടക്കലൊക്കെ തുടങ്ങി. പിന്നെ തീരെ പല്ല് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ചെറിയൊരു പല്ല് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് താഴത്തെ വരിയിൽ. പിന്നെ കിടു അച്ഛനെ സഹായിക്കേണ്ടതായിരുന്നു കേട്ടോ, വിളക്കെണ്ണ പിടിച്ചിട്ട് കൊണ്ടുകൊടുക്കുക, അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ അത് മേടിച്ചൊക്കെയാണൊക്കെ നോക്കുമ്പോൾ അവനത് പറ്റില്ല, അതൊരു കളിയായി മാറ്റിയിട്ട് പിന്നെ അത് ആ ഒരു കുപ്പിയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, അത് പൊന്താതെ അങ്ങനെ പിടിച്ച് നടക്കണ കാണാനായിട്ട്. അങ്ങനെ വീഴാൻ പോണൊക്കെ ഉണ്ട്, എന്നാലും അത് വിടണില്ല, അത് പിടിച്ചിട്ട് നടക്കുന്നത്. പിന്നെ അത് ഞങ്ങൾ മേടിച്ച് വെച്ചു കേട്ടോ, കുറേ കരയൊക്കെ ചെയ്തു അതിന്. അങ്ങനെ പിന്നെ ഏട്ടൻ വിളക്ക് കത്തിക്കുക, ഉള്ളിക്ക് കയറി അവനൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ, ഒപ്പം ഓരോന്ന് എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ മുട്ടുത്തി കളിക്കുക. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ പിന്നെ അവന് കുറി കണ്ടപ്പോൾ കുറി മൊത്തം എടുത്ത് കൊട്ടാഞ്ഞിട്ടാണ് കേട്ടോ കരയണത്. അവന് മൊത്തം വന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു ചെറിയ പാത്രത്തിൽ, പക്ഷെ അതൊന്നും അവന് പറ്റില്ല, അത് മൊത്തം അവന് തുറന്നിട്ട് അവിടെ കുട്ടി കളയാണ്. അങ്ങനെ അവനെ എടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ നടന്നു. ഏട്ടൻ വിളക്ക് കത്തിക്കൽ കഴിഞ്ഞാലാട്ടോ നമുക്ക് തൊഴാനൊക്കെ പറ്റുക. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ നടന്നു. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടു പിന്നെ കളിക്കായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് തൊഴാൻ പോയിട്ടാ. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കിടും കൂടി തൊഴുതു, എല്ലായിടത്തും പോയി തൊഴുതു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കാവിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. കാവിൻ്റെ അവിടെ പോയിട്ടും തൊഴുതിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഉണ്ടായത്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്